നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ചില തിരുവചനങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല പറയണം, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വമഅയ നഫറും മിൻ ഖൗമി, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു, എൻ്റെ കൂടെ എൻ്റെ ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു, അശ്അരികൾ ഉണ്ടായിരുന്നു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബ്ശിറു വബശ്ശിറു വമൻ വറാഅക്കും, നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങളുടെ പിന്നിലുള്ളവരെ, നിങ്ങളുടെ ജനതയെ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക. എന്താ സന്തോഷ വാർത്ത അറിയിക്കേണ്ടത്? അന്നഹു മൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാദിഖൻ ബിഹാ ദഖലൽ ജന്ന, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് സാക്ഷ്യം വഹിച്ചു. എങ്ങനെ? സാദിഖൻ ബിഹാ, അതിൽ സത്യസന്ധനായിക്കൊണ്ട്, ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ഇവിടെ നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അശ്അരികൾ അബൂ മൂസൽ അശ്അരിയുടെ നേതൃത്വത്തിൽ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നപ്പോൾ, മദീനയിൽ വന്നപ്പോൾ അശ്അരികളോട് പറയാണ്, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സത്യസന്ധനായി പറഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കേവലം പറഞ്ഞാലല്ല, കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലല്ല, പിന്നെയോ സാദിഖൻ ബിഹാ, അതിൽ സത്യസന്ധനായിക്കൊണ്ട് എന്നാണ്. അപ്പോൾ എന്തിനാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാദിഖൻ ബിഹാ എന്നുള്ള ഖൈദ്, ഷർത്ത് പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് എന്ത് വേണം? സിദ്ഖ്, സത്യസന്ധത എന്നുള്ള ഒരു ഉപാധി, ഒരു ഗുണം അയാൾക്കുണ്ടായിരിക്കണം. അപ്പോഴാണ് അയാൾ അതുകൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് സാദിഖൻ ബിഹാ ദഖലൽ ജന്ന. എന്നിട്ട് അബൂ മൂസൽ അശ്അരി പറയാണ്, ഫഖറജ്ന മിൻ ഇൻദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബശ്ശിറുൻ നാസ്, അപ്പോൾ ജനങ്ങൾക്ക് സുവിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു. ഫസ്തഖ്ബലന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അങ്ങനെ വഴിയിൽ വെച്ച് ഞങ്ങളെ ഉമർ കണ്ടു. ഫറജ ബിന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് ഞങ്ങളെയും കൊണ്ട് ഉമർ മടങ്ങി. ഫഖാല ഉമർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇദൻ യത്തഖിലു നാസ്, ഇവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ പിന്നെ എന്ത് ചെയ്യും? ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഇത്തിഖാൽ ചെയ്യും, എന്നാണ് അതിൽ ആശ്രിതരാകും, അവർ കർമ്മങ്ങളിൽ വിമുഖരാകും. അങ്ങനെ ആ സന്ദർഭത്തിൽ ഫസക്കത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനം ഭജിച്ചു എന്നാണ്. ഈ ഹദീസ് സഹിഹായ സനദിൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. ഇവിടെ അശ്അരികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഒരു സംസാരം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരാൾ പറഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെ പറയണം? സാദിഖൻ ബിഹാ, അതിൽ സത്യസന്ധനായിക്കൊണ്ട് എന്നാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് സിദ്ഖ് എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കുവാൻ ഷർത്താണ്.